ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള വസ്തുവാണല്ലോ വെയിൽ. അതിനേക്കാളും വലുതുണ്ടെങ്കിലും മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ജീവിയാണ് വെയിൽ. ഇതിന്റെ കിലോ എന്ന് പറഞ്ഞത് 50,000 to 1,50,000 വരെയാണ്. എന്നാൽ ഇപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, തിമിംഗലം നമ്മെ വിഴുങ്ങുമോ? തിമിംഗലം വിഴുങ്ങിയാൽ എന്ത് സംഭവിക്കും? അതിനുള്ളിൽ നിന്ന് നമുക്ക് തിമിംഗലം വിഴുങ്ങിയാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു സിനിമയാണ് 1940 ഇറങ്ങിയ പിനാക്കിയോ എന്ന സിനിമ. മനുഷ്യനെ വിഴുങ്ങുക എന്നത് അവരുടെ ശരീരഘടന അനുസരിച്ച് അസാധ്യമാണ്. എങ്കിൽ മനുഷ്യനെ വിഴുങ്ങുന്ന ഒരു വെയിലുമുണ്ട്. അതാണ് സ്പേം വെയിൽ. സ്പേം വെയിലിന് അതിന്റെ ശരീരഘടന അനുസരിച്ച് ഒരു മനുഷ്യനെ വിഴുങ്ങുവാനുള്ള ശക്തിയൊക്കെ അതിനുണ്ട്. ഇതിനെപ്പറ്റി ഒരു കഥയുമുണ്ട്. ഒരിക്കൽ ജെയിംസ് ബാർലി എന്ന ഒരു സൈനികൻ തന്റെ കപ്പലിൽ കൂടെ പോവുകയായിരുന്നു. അപ്പോൾ അയാൾ കാലുതെറ്റി വെള്ളത്തിലേക്ക് വീണു. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു സ്പേം വെയിൽ വിഴുങ്ങുകയും ചെയ്തു. ഇങ്ങനെ അദ്ദേഹത്തെ വിഴുങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആ തിമിംഗലത്തിനെ പിടിച്ച് അതിനെ വെട്ടിമുറിച്ച് അയാളെ പുറത്തെടുത്തു. പക്ഷെ അദ്ദേഹം പഴയ ജെയിംസ് ബാർലി അല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ തൊലികളെല്ലാം വെളുത്തു വിളറി അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. ഇതിന് കാരണമായി അവർ പറഞ്ഞത് തിമിംഗലത്തിന്റെ വയറ്റിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇതിനെപ്പറ്റി ശാസ്ത്രജ്ഞർ കുറെ ഗവേഷണം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. കാരണം അന്ന് ശാസ്ത്രം അത്രയും വളർന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒന്നും കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. ഇനിയൊരു സ്പേം വെയിൽ നമ്മളെ വിഴുങ്ങിയാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. സ്പേം വെയിലിന്റെ വയറ്റിൽ എത്തുക എന്ന് പറഞ്ഞത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ വാ നിറയെ പല്ലുകളാണ്. ഇനി എന്തെങ്കിലും അത്ഭുതം കൊണ്ട് നമ്മൾ അതിന്റെ വയറ്റിൽ എത്തിയാൽ ഭയങ്കര ഇരുട്ടായിരിക്കും. കാരണം ഇവിടെ ഒരിക്കലും സൂര്യ വെളിച്ചം എത്തുകയില്ല. അതുപോലെ അവിടെ ഓക്സിജന്റെ അളവ് വളരെ കുറവും മീഥെയിന്റെ അളവ് വളരെ കൂടുതലുമാണ്. തിമിംഗലത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിന് മൊത്തം 4 ആമാശയങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ആമാശയത്തിൽ എത്തുകയാണെങ്കിൽ അവിടെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് മറ്റ് ആസിഡുകളും നമ്മുടെ ശരീരത്തെ പരമാവധി ഉപയോഗിക്കും. അപ്പോൾ നമ്മളുടെ ശരീരം കരിഞ്ഞു പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നു. നമ്മുടെ വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ചിലപ്പോൾ തികട്ടി മുകളിലേക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ വയറിനും തുണ്ടയ്ക്കും വായിക്കും ആകപ്പാടെ ഭയങ്കര നീറ്റലും പുളിപ്പുമാണ്. നമ്മുടെ വയറ്റിലുള്ള ഇത്രയും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇത്രയും വേദനാജനകമാണെങ്കിൽ ഒരു വെയിലിനുള്ളിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒന്നാമത്തെ ആമാശയത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ആമാശയത്തിലേക്ക് ചെല്ലും. അവിടെയും അത്യാവശ്യം HCl ഉണ്ട്. HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് മൂന്നാമത്തേലേക്കും നാലാമത്തേലേക്കും എത്തും. അപ്പോഴത്തേക്കും നമ്മുടെ ശരീരം മൊത്തം ദ്രവിച്ച് തീർന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ വെറും അസ്ഥികുടം മാത്രമായി പോകും. കൂടാതെ നമ്മുടെ ശരീരത്തിലുള്ള മാംസവും മറ്റ് ഞരമ്പുകളും മസിൽസും എല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ടാകും. അങ്ങനെ വെയിൽ അതിനെ പുറന്തള്ളപ്പെടും. ഇപ്പോൾ മനസ്സിലായില്ലേ ഇതന്ന് വെറും കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണ് എന്ന്. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.